السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുവാനും അതേ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനും സ്വർഗീയ ലോകത്ത് ഇടം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെയേറെ പ്രാധാന്യപൂർവമായ ഒരു ഹദീസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ നമ്മുടെ സംസാരം ഊന്നി നിൽക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അമലുകൾ മുഴുവനും മനുഷ്യൻ്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും അല്ലാഹുവിങ്കൽ അത് പരിഗണിക്കപ്പെടുക എന്ന പല സന്ദർഭങ്ങളിലൂടെയായി നാം എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു ഹദീസ്. ആ ഹദീസിലൂടെ നമ്മുടെ നിയ്യത്തിൻ്റെ പ്രാധാന്യവും, ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ എന്താണതിൻ്റെ പിന്നിലെ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ നിയ്യത്ത് എന്നതിൻ്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഹദീസിൻ്റെ ഭാഗം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ലൈസ ഫീ അഖ്ബാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഉൻ അജ്മഅ വഅഗ്നാ വഅക്സറ ഫായിദത്തിൻ മിൻ ഹാദൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകളിൽ, അവിടുത്തെ പ്രഖ്യാപനങ്ങളിൽ ഇത്രയേറെ അജ്മ, എല്ലാം കൂടി ഉൾക്കൊള്ളിക്കുന്നൊരു കാര്യം, വഅഗ്ന, വളരെയേറെ ഏത് വിഷയങ്ങളെയും പ്രാധാന്യപൂർവ്വം ഇതിൽ പറഞ്ഞ സമ്പുഷ്ടമായ ഒരു കാര്യം,
വഅക്സറ ഫായിദത്തിൻ, ഇത്രയേറെ ഫലമുള്ള, ഇത്രയേറെ പ്രയോജനപ്രദമായ മറ്റൊരു വാക്യം, മിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിനേക്കാൾ വേറെ ഒന്നും നമുക്ക് കാണാനാവില്ല, എല്ലാം ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. ചില പണ്ഡിതന്മാര് പറയുന്നത് ഇന്നഹു സുലുസുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മൂന്നിലൊരു ഭാഗമാണ് ഈ ഹദീസ് എന്നാണ്. കാരണം വദാലിക ലിയസ്ബൽ അബ്ദി യഖഉ ബിഖൽബിഹി വലിസാനിഹി വജവാരിഹിഹി വന്നിയതു അഹദു അഖ്സാമിഹ الثلاثه വഅർജഹുഹാ. അതായത് ഒരു മനുഷ്യന്റെ പ്രവർത്തനം, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യന്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നതും അവന് പ്രതിഫലം ലഭിക്കുന്നതുമൊക്കെ മൂന്ന് കാര്യങ്ങൾ മുഖേനയാണ്. ആ രൂപത്തിലുള്ള മനുഷ്യന്റെ അധ്വാനങ്ങൾ ഒന്ന് അവന്റെ ഹൃദയം കൊണ്ട് നടക്കുന്നതാണ്, മറ്റൊന്ന് വലിസാനിഹി അവന്റെ നാവ് കൊണ്ടും, വജവാരിഹിഹി അവന്റെ അവയവങ്ങൾ കൊണ്ടും മറ്റ് അവയവങ്ങൾ കൊണ്ടും നടക്കുന്നതാണ്. വന്നിയതു, നിയത്ത് അഹദു അഖ്സാമിഹ الثلاث വഅർജഹുഹാ, ഈ മൂന്നിന്റെ ഒരു ഭാഗമാണല്ലോ ഖൽബ് കൊണ്ട് നടക്കുന്ന പ്രവർത്തനമാണ് നിയത്ത് എന്ന് പറയുന്നത്. ഖൽബിലാണല്ലോ അതിന്റെ കേന്ദ്രം. മഹല്ലുൻ നിയത്തി അൽ ഖൽബു, നിയത്തിന്റെ കേന്ദ്രം ഹൃദയമാകുന്നു, ഖൽബാകുന്നു എന്ന് നമുക്ക് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ വാചാലമായി സംസാരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്താണ് ഈ ഹദീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം? ഇഖ്ലാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ഇതിന്റെ മറ്റ് ചില വശങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കേണ്ടത്. നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പല കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നവരാണ്. അതിനെക്കുറിച്ചൊരു പ്രത്യേക കാഴ്ചപ്പാടോ ഒരു പ്രത്യേകമായ നിയ്യത്തോ പ്രത്യേകമായ ഉദ്ദേശമോ ഒന്നുമില്ലാതെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, നാം ചെയ്യുന്ന അശ്രദ്ധയോടെ ചെയ്യുന്ന പല കാര്യങ്ങളും നാം ഒരു നല്ല നിയ്യത്തോടുകൂടി, അതേ ഇതെനിക്ക് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലാർഹമായ കാര്യമായി തീരണം എന്ന നിലക്കുള്ള ഒരു പ്രത്യേകമായ കരുത്തോടെയാണ് നാം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ അത് മുഖേന പോലും നമുക്ക് അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും എന്ന സന്തോഷ വാർത്തയാണ് ഈ ഹദീസ് നൽകുന്നത്. ഉദാഹരണം, നമ്മളെല്ലാ ദിവസവും ഉറങ്ങുന്നവരാണ് നമ്മൾ. ഈ ഉറക്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടാനില്ല. ഉറങ്ങുന്നത് ഒരു പ്രത്യേകമായ സൽക്കർമ്മോ ആ നിലക്കുള്ള ഒരു ഉറക്കം വരുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു. അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു. അതേ അവസരത്തിൽ ഒരാൾ ഉറങ്ങുമ്പോൾ അയാൾ വിചാരിക്കുന്നു, ഞാൻ നേരത്തെ ഒന്ന് ഉറങ്ങുന്ന എന്തിനാ, നേരത്തെ ഇന്നൊന്ന് കിടന്നുറങ്ങണം, എന്തിനാ, നല്ല ഉന്മേഷത്തോടെ എനിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കണം, നല്ല ഉന്മേഷത്തോടെ എനിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണം. അങ്ങനെ എനിക്ക് ഇബാദത്തുകളൊക്കെ വളരെ ഉന്മേഷത്തോടെ ചെയ്യാൻ വേണ്ടി ഞാനിതാ എൻ്റെ കൃത്യമായ ആ ഉറക്ക് അത് സമയത്ത് നിർവഹിച്ച് ആ നിലയ്ക്ക് എനിക്ക് ആരോഗ്യമുണ്ടായി തീർന്നാലല്ലേ എനിക്ക് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഉദ്ദേശിക്കുന്ന നിലയ്ക്ക് എനിക്ക് ഇബാദത്ത് ചെയ്യാനാകൂ. ആ ഉദ്ദേശത്തോടുകൂടി ഒരാൾ ഉറങ്ങുമ്പോൾ പോലും മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അഹ്തസിബു നൗമതി കമാ അഹ്തസിബു ഖൗമതി, ഞാൻ നിസ്കരിക്കുമ്പോൾ നമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിങ്കൽ നിന്ന് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുന്നത് പോലെ ഉറങ്ങുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഞാനത് മുഖേന പ്രതിഫലം മോഹിക്കുന്നു. അതേ നല്ല കാര്യത്തിന് ഉന്മേഷം കിട്ടാൻ വേണ്ടിയാണ്, ഇബാദത്തിന് ഉന്മേഷം കിട്ടാൻ വേണ്ടിയാണ്, സൽക്കർമ്മങ്ങളിൽ കൂടുതൽ ഉന്മേഷത്തോടുകൂടി മുഴുകുവാൻ വേണ്ടിയാണ്. ആ നിലക്കുള്ള ഉറക്കം പോലും നമുക്കൊരു സൽക്കർമ്മമാണ്, പ്രതിഫലാർഹമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ നമ്മൾ ആ തൊഴിലിന് പോകുന്നു, ജോലിക്ക് പോകുന്നു, അധ്വാനിക്കുന്നു. ഈ യാചിക്കാൻ ഇടവരാതെ ജീവിക്കണം, ഹലാലായ രൂപത്തിൽ മാത്രം എനിക്ക് സമ്പാദിക്കണം, അതിന് പറ്റിയതിൽ മാത്രമേ ഞാൻ ഏർപ്പെടുകയുള്ളൂ, ആ ഉദ്ദേശത്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നാകുമ്പോൾ നമ്മുടെ തൊഴിൽ പോലും നമുക്കൊരു സൽക്കർമ്മമായി, അതേ നമുക്കതിലൂടെ പ്രതിഫലമാണ് കൈവരുന്നത്.
അതുപോലെ തന്നെ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നവരാണ്. മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നു, ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നു, അതേ തൻ്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നു, ചെലവിന് അയച്ചു കൊടുക്കുന്നു, കാശ് കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു, എല്ലാ കാര്യങ്ങളും അവരുടെ നോക്കി നടത്തുന്നു. ഇതിലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, അതേ നമുക്കതിലൂടെ ഒരു നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഒരു നല്ല നീയത്തുണ്ടെങ്കിൽ, അതുപോലും പ്രിയമുള്ളവരെ നമുക്ക് സ്വതക്കയാക്കി മാറ്റാമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത ബിഹാ ഹത്താ മാ തജഅൽ ഫീ ഇംറാതിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ ആശയം ഇപ്രകാരമാണ്: നീ അതാ ഒരു ചെലവിന് കൊടുക്കുമ്പോൾ, അതേ അല്ലാഹുവിന്റെ പൊരുത്തമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ, എൻ്റെ ഇണക്ക് ചെലവിന് കൊടുക്കൽ, എൻ്റെ ഉമ്മാക്ക് ചെലവിന് കൊടുക്കൽ, എൻ്റെ ഉപ്പാക്ക് ചെലവിന് കൊടുക്കൽ, എൻ്റെ മക്കളെ തീറ്റിപ്പോറ്റൽ, അവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കലൊക്കെ അല്ലാഹുവേ എനിക്കവരോടുള്ള കടമയാണ്. നിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നവനാണ്. നീ പൊരുത്തപ്പെടാത്തതൊന്നും അതിനു വേണ്ടി ഞാൻ സമ്പാദിക്കാത്തവനാണ്. നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. ആ നിലക്ക് നീ ചെലവിന് നൽകുമ്പോൾ പോലും ഇല്ലാ ഉജിർത ബിഹാ, അത് മുഖേന നിനക്ക് പ്രതിഫലം നൽകപ്പെടാതിരിക്കുന്നില്ല. നിനക്ക് കൂലിയാ കിട്ടുന്നത്, നിനക്ക് കൂലി കിട്ടുകയാണ്. കുടുംബത്തിന് ചെലവിന് അയച്ചു കൊടുക്കുന്നതും കൂലി കിട്ടുകയാണ്, അതിലൂടെ പ്രതിഫലമാണ് നിനക്ക് ലഭിക്കുന്നത്. എത്രത്തോളം നിന്റെ ഭാര്യയുടെ വായയിൽ നീ ഒരു ചോറ്റിന്റെ ഉരുള, ഒരു ഭക്ഷണത്തിന്റെ ഒരംശം നിന്റെ ഭാര്യയുടെ വായയിൽ നീ വെച്ചു കൊടുക്കുന്നത് പോലും നിനക്കത് സൽക്കർമ്മമാണ്. അതേ, വഅശിറൂഹുന്ന ബിൽ മഅറൂഫി, നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് നല്ല നിലക്ക് വർത്തിക്കണേ. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ തന്റെ ഭാര്യയോട് നന്നായി വർത്തിക്കുന്നവനാകുന്നു. ആ ഉദ്ദേശത്തോടെ, ആ ഒരു ഉദ്ദേശത്തോടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിയമമനുസരിച്ച് സന്തോഷം കളിയാടുന്ന ഒരു ദാമ്പത്യമായിരിക്കണം. ആ നിലക്ക് നീ അത് ചെയ്യുമ്പോൾ പോലും നിനക്കതിലൂടെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതേ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ പ്രീതിപ്പെടുത്തുന്നു, തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, ഭർത്താവിന് വേണ്ടി ഒരു ഭാര്യ അണിഞ്ഞൊരുങ്ങുന്നു, ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു, ഭർത്താവിന് വേണ്ട ഖിദ്മത്തുകൾ ചെയ്യുന്നു. അതേ, അത് ചെയ്യുമ്പോൾ ഒരു ഭാര്യയുടെ മനസ്സിൽ, എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ ഞാൻ ആദരിക്കേണ്ടത് എന്റെ ഭർത്താവിനെയാണ്. അതേ, ലോകത്തൊരാളുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ അനുവാദമില്ലല്ലോ. അല്ലാഹു ആരെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അത്രത്തോളം എനിക്ക് കടമയുള്ളവരാണല്ലോ എൻ്റെ ഭർത്താവ്. അതിലൂടെ ഞാൻ അവരെ സ്നേഹിക്കുമ്പോൾ, ഞാൻ അവരെ പരിചരിക്കുമ്പോൾ എനിക്കല്ല വമ്പിച്ച പ്രതിഫലമാണല്ലോ നൽകുന്നതെന്ന ഉദ്ദേശശുദ്ധി കൂടി കലർന്നുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും പോലും ഒരു ഭാര്യക്ക് സൽക്കർമ്മമാണ്, അവൾക്ക് പ്രതിഫലത്തിന് ഹേതുവായി തീരുന്നു. ഇങ്ങനെ ഏത് കാര്യവും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമുക്കൊരു നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഏറ്റവും മുന്തിയ പ്രതിഫലത്തിന് അർഹമായ കാര്യമായി കാണാം. അതെ, ഇൽമു നേടൽ മറ്റൊരു ഉദാഹരണമാണ്. ഇൽമു നേടൽ വലിയ പുണ്യമുള്ള കാര്യമല്ലേ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, എന്തിനാണ് അവൻ പ്രവേശിച്ചത്? യൽതമിസു ഫീഹി ഇൽമാ, അറിവ് നേടണം, എനിക്ക് ഇൽമുണ്ടാകണം, അറിവ് നേടണം എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാളൊരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അതിൽ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നത്, ഇൽമു നേടുമ്പോൾ പടച്ചവന്റെ പൊരുത്തമാണ് ഉദ്ദേശിക്കേണ്ടത്. ആരോടെങ്കിലും എനിക്കൊന്ന് വിഡ്ഢികളോട് തർക്കിച്ച് ജയിക്കണം, ഔലിയുമാരിയ ബിഹിൽ ഉലമാ, അല്ലെങ്കിൽ മറ്റുള്ള പണ്ഡിതന്മാരെക്കാൾ എനിക്കൊന്ന് മേലെ നിൽക്കണം, ഔലിയസ്രിഫ ബിഹി വുജൂഹന്നാസി ഇലൈഹി, ആളുകളൊക്കെ തന്നിലേക്ക് ശ്രദ്ധിക്കണം, താൻ അറിയപ്പെടണം, തനിക്ക് പ്രശസ്തി ഉണ്ടാകണം. ആ നിലക്കുള്ള കാര്യത്തിനൊക്കെ വേണ്ടി ആവരുത്. അതിനൊക്കെ വേണ്ടിയാണ് ഒരാൾ ഇൽമു നേടുന്നതെങ്കിൽ അവൻ നരകത്തിലാണ്. അത്തരക്കാര് നരകത്തിൽ ആ ഇൽമു നേടുന്നവര്. അതേ അവസരത്തിൽ എനിക്ക് ഇൽമുണ്ടാകണം. എന്തിന്? എനിക്ക് അമല് ചെയ്യണം. ഇൽമുണ്ടായാലല്ലേ തെറ്റുകൂടാതെ അമല് ചെയ്യാൻ കഴിയൂ. ഇൽമുണ്ടായാലല്ലേ എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനാകൂ. ആ നിലക്ക് എനിക്ക് ഇൽമു നേടണം എന്ന നിലക്കൊരാള്
മാർഗത്തിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാം, ഉദ്ദേശത്തിനനുസരിച്ച് നിയ്യത്തിനനുസരിച്ച് കാര്യം മാറുന്ന കോലമാ പറയുന്നത്. മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ് ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിനദ് ദുനിയാ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു ഇൽമു നേടിയാൽ, ഇൽമു പഠിച്ചാൽ, എന്തിനാണ് ഇൽമു നേടേണ്ടത്? അള്ളാന്റെ പൊരുത്തമാണ് ഇൽമു നേടുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത്. അതിന് പകരം ഒരാൾ ഇൽമു നേടുന്നത് എന്തിനാണ്? ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിനദ് ദുനിയാ, ദുനിയാവിൽ തനിക്ക് തന്റെ ഇൽമു കൊണ്ട് പ്രശസ്തിയും പേരും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഭൗതികമായ താല്പര്യങ്ങളും നേടണമെന്നാണെങ്കിൽ ലം യജിദ് അർഫൽ ജന്ന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ സ്വർഗത്തിന്റെ മണം പോലും അത്തരം ആളുകൾ അനുഭവിക്കുന്നതല്ല. കണ്ടോ, ഇൽമു കൊണ്ട് തന്നെ സ്വർഗം, ഇൽമു കൊണ്ട് തന്നെ നരകം. എന്തേ വ്യത്യാസം? നിയ്യത്തിന്റെ ചേഞ്ച്, നിയ്യത്തിന്റെ വ്യത്യാസം. ഇത്രത്തോളം ഇതിന് പ്രാധാന്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മനസ്സിൽ നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം ആളുകളുടെ മുമ്പിൽ പറയേണ്ടതല്ല, അള്ളാഹ്ക്കറിയാലോ. ആ ഉദ്ദേശമുണ്ടെങ്കിൽ പ്രവർത്തിക്കാതെ പോലും ചിലപ്പോൾ ആ ഉദ്ദേശത്തിന് പോലും വലിയ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ്. നോക്കൂ, അല്പം വിശദമായ ഒരു ഹദീസാണ്, ഞാൻ ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 4 കൂട്ടരുണ്ട് ദുനിയാവിൽ. ദുനിയാവിൽ ലോകത്ത് പരിശോധിച്ചാൽ ആളുകളെ 4 തരക്കാരായ ആളുകളെ. അതിൽ ഒരു കൂട്ടരാരാണ്? അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വ ഇൽമൻ, ഒരാൾക്ക് ഒരു അടിമ അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു. അതൊരു വലിയ ഫضലാണ്. അള്ളാഹു ഒരാൾക്ക് ധാരാളം പണം കൊടുത്തു, പണക്കാരനായി, ഒരു മോശമല്ല, നല്ല കാര്യമാണ്. അതോടൊപ്പം വഴിൽമൻ, അയാൾക്ക് ഇൽമുണ്ട്, പണവുമുണ്ട്, അറിവുമുണ്ട്. പണവുമുണ്ട്, പടച്ചവനെ പേടിയുമുണ്ടെങ്കിൽ അവൻ വലിയ ഭാഗ്യവാനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അയാളുടെ ഇൽമനുസരിച്ച് തൻ്റെ കയ്യിലുള്ള പണം ചെലവഴിക്കുന്നു, ധാരാളമായി അദ്ദേഹം ചെലവഴിക്കുന്നു. അതേ തഖ്വക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാത്ത നല്ല ഇൽമുള്ളവര് പണക്കാരൻ. ഫഹാദാ ബി അഫ്ളലിൽ മനാസിൽ, അയാൾക്ക് അത്യുന്നതമായ പദവിയാവുള്ളത്, അയാൾക്ക് വളരെ ഉന്നതമായ പദവിയുണ്ട്. രണ്ടാമത്തതെന്ന് പറയുന്നു അബ്ദിൻ, മറ്റൊരടിമ റസഖഹുല്ലാഹു ഇൽമ, ഒരടിമ അല്ലാഹു അദ്ദേഹത്തിന് ഇൽമു ധാരാളം കൊടുത്തിട്ടുണ്ട്. പക്ഷേ വലം യർസുഖുഹു മാലാ, അയാൾക്ക് പണം കിട്ടിയിട്ടില്ല. ഇൽമു നല്ലവണ്ണമുണ്ട്, പക്ഷേ പണക്കാരനല്ല, പാവപ്പെട്ടവനാണ്. എന്നാലോ ഫഹുവ സാദിഖുൻ നിയ്യ, അയാളുടെ മനസ്സിലെപ്പോഴും ആശയുണ്ട്, മനസ്സിൽ നല്ല നിയ്യത്തായപ്പോഴും. പണമൊന്നുമില്ല, അല്ല ഇൽമുണ്ട്, പക്ഷെ മനസ്സിൽ നല്ല ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? അയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നോട് തന്നെ ഇങ്ങനെ പറയും, ലൗ അന്നലീ മാലൻ, എനിക്ക് പണവും കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ലഅമിൽതു ബിഅമലി ഫുലാൻ, ഇന്ന പണക്കാരൻ, ആലിമായ ഇന്ന പണക്കാരൻ അതേ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കും പോലെയൊക്കെ ഞാനും ചെലവഴിക്കുമായിരുന്നു എന്ന ഉദ്ദേശശുദ്ധി. അത് അള്ളാഹ് കാണുന്നുണ്ടല്ലോ എത്ര ആത്മാർത്ഥമായിട്ടാണെന്ന്. ആ ഉദ്ദേശമുള്ള ഒരാലിമാണ് അയാൾക്ക് പണമില്ലെങ്കിൽ ആദ്യം പറഞ്ഞ ആലിമും പണക്കാരനുമായവന് കിട്ടുന്ന അതേ കൂലി ഈ മനുഷ്യനും അല്ലാഹു കൊടുക്കുന്നു. അത് അയാൾക്ക് നല്ല ഉദ്ദേശമുണ്ട്, അയാൾക്ക് നല്ല ഉദ്ദേശമുണ്ട്. എനിക്കുണ്ടെങ്കിൽ എനിക്കൊക്കെ ചെയ്യായിരുന്നല്ലോ. അത് വെറുതെ പറയണല്ല, അത് അള്ളാഹ്ക്കറിയാലോ, അള്ളയല്ലോ ഇത് കണക്കാക്കുന്നത്. എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഇയാളിത് പറയണത്. അപ്പൊ അയാൾക്ക് അയാളുടെ നിയ്യത്ത, അയാൾ പണമൊന്നും ചെലവഴിച്ചിട്ടല്ല, പക്ഷെ അയാൾക്ക് നല്ലൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ആ പണക്കാരനും ഉള്ള കൂലി ഇദ്ദേഹത്തിനും കിട്ടുന്നു എന്നാ പറയുന്നത്. രണ്ടാൾക്കും കൂലി തുല്യാണ്. ഇനി മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, വഅബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വലം യർസുഖുഹു ഇൽമാ, ഒരടിമ അല്ലാഹ് അയാൾക്ക് വാരിക്കോരി പണം കൊടുത്തിട്ടുണ്ട്, വലിയ സമ്പന്നനാണ്, പക്ഷേ വലം യർസുഖുഹു ഇൽമാ, മതപരമായ അറിവ് അയാൾക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല, ഒരു ഇൽമുമില്ല. അതുകൊണ്ട് മൂപ്പർക്ക് ഒരു തഖ്വയില്ല, ഒന്നുമില്ല. ധാരാളം വാരിക്കൂട്ടി സമ്പാദിക്കും, ഒരുപാട് തിന്മകളിലേക്ക് ചെലവഴിക്കും. പടച്ചവനെ കുറിച്ച് ഒരോർമ്മയില്ലാത്തൊരു പണക്കാരനാണെങ്കിൽ ഫഹാദാ ബി അഖ്ബസിൽ മനാസിൽ, ഇവനാണ് ഏറ്റവും മോശപ്പെട്ട അധപ്പതിച്ച സ്ഥാനത്തുള്ളവൻ, അവനേക്കാൾ മോശപ്പെട്ടവൻ ആരുമില്ല. എന്നിട്ട് നാലാമത് പറയണം വഅബ്ദിൻ, മറ്റൊരടിമ ലം യർസുഖുല്ലാഹു മാലൻ വഇൽമ, മറ്റൊരടിമ അയാൾക്ക് പണവും അല്ലാഹ് കൊടുത്തിട്ടില്ല, തഖ്വയും കൊടുത്തിട്ടില്ല. അയാൾക്ക് പണമില്ല, തഖ്വയില്ല.
എന്നാ അവന്റെ മനസ്സിരിപ്പെന്താ? തഖ്വയൊന്നുമില്ലാത്ത ഈ ദരിദ്രൻ, അവന്റെയും മനസ്സിരിപ്പെന്താ? അവനിങ്ങനെ പറയും ഇടക്കിടക്ക്, ലൗ അന്നലീ മാലൻ, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ലഅമിൽതു ഫീഹി ബിഅമലി ഫുലാൻ, അത്തമ്മാടി എന്തൊക്കെയാ പണക്കാരൻ തമ്മാടി ചെയ്യുന്നത് അതുപോലെയൊക്കെ എനിക്കും ചെയ്യാമായിരുന്നു, എനിക്കും സുഖിക്കാമായിരുന്നു, എനിക്കും ധാരാളമായി അടിച്ചു പൊളിച്ച് ജീവിക്കാമായിരുന്നു എന്ന ഉദ്ദേശം അവനുണ്ടെങ്കിൽ ഫഹുവ ബിനിയതിഹി ഫവിസ്റുഹുമാ സവാ, ഈ ഏറ്റവും മതപ്പതിച്ചവന്റെ അതേ ശിക്ഷ ഈ പാവപ്പെട്ട മനുഷ്യനുമുണ്ട്. കാരണം അവന്റെ നിയ്യത്തെന്താ? നല്ലോണം തെമ്മാടിത്തം കാണിക്കണം. ഇപ്പം എൻ്റെ അടുത്തില്ലായിട്ടാ, എൻ്റെ അടുത്തില്ലാഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഞാനും അവനേക്കാണ് അപ്പുറത്ത് നല്ല തെമ്മാടിത്തമൊക്കെ കാട്ടി സുഖിച്ച് ജീവിക്കും. അവൻ തെമ്മാടിത്തൊന്നും ചെയ്യണ്ട, ഒരു തെമ്മാടിത്തം അവൻ ചെയ്യണ്ട. തെമ്മാടിത്തം ചെയ്യാമായിരുന്നു എന്ന് കരുതിയാൽ തന്നെ തെമ്മാടിത്തത്തിൻ്റെ കൂലിയായി, ശിക്ഷയായി അവനത് കിട്ടുന്നു. കാരണം അവനത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അവൻ കഴിയാത്തത് കൊണ്ടാ. അപ്പൊ ഇതൊക്കെ എന്താ? ഇതൊക്കെ നന്മയിൽ ഒരാൾക്ക് തുല്യ പ്രതിഫലം കിട്ടുന്നു, തിന്മയിലും തുല്യ പ്രതിഫലം കിട്ടുന്നു. ഒക്കെ മാറ്റം എന്തുകൊണ്ടാ? നിയ്യത്ത് കൊണ്ട്, ഉദ്ദേശം കൊണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒറ്റ ഹദീസ് കൂടി കേട്ടോളൂ. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആതി, അല്ലാഹു തആല നന്മയുടെ പ്രതിഫലങ്ങളെയും തിന്മയുടെ പ്രതിഫലങ്ങളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ബയ്യന ദാലിക, പിന്നീട് അവൻ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഓരോ ഹസനത്തിന്റെ മേന്മ, ഓരോ സയ്യിഅത്തിന്റെ മോശത്തരം ഒക്കെ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് പറയാണ്, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ, ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ അവനത് ചെയ്യാൻ സാധ്യമായിട്ടില്ലെങ്കിൽ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമിലാ, ഒരു പൂർണ്ണമായ ഒരു പ്രതിഫലം അവനതുണ്ട്. ഉദാഹരണം, ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു, അയാൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്, നാളെ ഇറങ്ങുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം അയാൾ വീട്ടിലെ ടോയ്ലറ്റിൽ അങ്ങോട്ട് വീണു, അയാൾക്ക് ശാരീരികമായി പറ്റ തളർച്ച സംഭവിച്ചു, പോകാൻ കഴിയുന്നില്ല. അയാൾക്ക് സമ്പൂർണ്ണമായൊരു ഹജ്ജിൻ്റെ പ്രതിഫലം ഉണ്ട്. കാരണം അയാളത് ഉദ്ദേശിച്ച് കഴിഞ്ഞു, ചെയ്യാൻ സാധിച്ചില്ല. അയാളുടെ മുടക്കല്ല, അയാളുടേതായ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും തടസ്സങ്ങളല്ല, അതുകൊണ്ട് അയാൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്യാൻ അവന് സാധ്യമാവുകയും ചെയ്താലോ അല്ലാഹു അത് അവന് രേഖപ്പെടുത്തും. ഇൻദഹു, അവന്റെ അടുക്കൽ, അശ്റ ഹസനാത്തിൻ ഇലാ 700 ളഅഫിൻ. കണ്ടോ, 10 മുതൽ 700 ഇരട്ടിയിലാ ളഅഫിൻ കസീറ, അതിലും അപ്പുറമായിട്ട് കൊടുക്കും. ഉദ്ദേശിച്ചു ചെയ്യാനും സാധിച്ചാൽ 10 മുതൽ 700 ഇരട്ടി അതിൻ്റെ അപ്പുറമൊക്കെ കൂലി കിട്ടും. ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്യാൻ സാധ്യമായില്ല എന്നാൽ അയാൾക്ക് ഒരു നന്മയുടെ പ്രതിഫലം അയാൾക്ക് ഉണ്ട്. അതേതാ നന്മ? നിയ്യത്ത്. കേട്ടോ, നിയ്യത്തിനൊരു കൂലി, ആ ഉദ്ദേശത്തിനൊരു പ്രതിഫലം. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും. നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധയിൽ തള്ളിക്കളയുന്ന ഒട്ടേറെ കാര്യങ്ങളെ നമുക്ക് വളരെയേറെ പ്രയോജനപ്രദമാക്കി തീർക്കാവുന്ന ഭാഗത്തെക്കുറിച്ചാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിന്റെ മറുവശവും അവിടുന്ന് പറയാണ്, വൈൻഹമ്മ ബിസയ്യിഅത്തിൻ, ഒരാളൊരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, ഫലം യഅമൽഹാ, അയാളത് ചെയ്തില്ല. ഒരു തിന്മ ചെയ്യണമെന്ന് അയാൾ മോഹിച്ചു, ആഗ്രഹിച്ചു, ചെയ്തില്ല. കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, എങ്കിൽ അയാൾക്കൊരു നന്മയുടെ കൂലി ഉണ്ട് എന്നാണ്. ഞാനൊരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, ഞാനത് ചെയ്തില്ല, എന്നാൽ എനിക്കൊരു നന്മയായിട്ട് രേഖപ്പെടുത്തുന്നു. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാ ചെയ്യാതിരുന്നത്? എന്തുകൊണ്ട് ചെയ്തില്ല? എനിക്ക് അവസരം കിട്ടിയില്ല, എന്നാൽ അവന് ശിക്ഷയാണ്. അതേ അവസരത്തിലൊരു തിന്മ ചെയ്യാൻ വിചാരിച്ചു, അപ്പോഴേക്കാ ഓർമ്മ വന്ന്, പടച്ച റബ്ബേ, ഞാൻ എന്തിനാണ് ഈ വിചാരിച്ച്? റബ്ബെ, നിന്നെ ധിക്കരിക്കാനോ? പാടില്ലല്ലോ. എൻ്റെ ഒരു മോശത്തരം കൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. അരുത്, ഞാൻ ചെയ്യൂല. എൻ്റെ റബ്ബിനത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യൂല, ഞാനത് കാണൂല, ഞാനത് കേൾക്കൂല, ഞാൻ അവിടെ പോവില്ല, ഞാൻ അങ്ങനെ സമ്പാദിക്കൂല, എനിക്കത് വേണ്ട, എൻ്റെ റബ്ബിനത് ഇഷ്ടമല്ല, ഞാൻ എൻ്റെ അവിവേകം കൊണ്ട് അങ്ങനെയൊക്കെ മുമ്പ് വിചാരിച്ചു പോയി, ഞാനത് ചെയ്യൂല. എങ്കിൽ നിനക്കൊരു സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലമാണ്. അതേ അവസരത്തിൽ വൈൻഹമ്മ ബിഹാ, ഒരാളൊരു തിന്മക്ക് വിചാരിച്ചു, ഫഅമിലഹാ, അയാളത് ചെയ്യുകയും ചെയ്താലോ കതബഹല്ലാഹു സയ്യിഅത്തൻ വാഹിദ, ഒരു തിന്മയായിട്ടേ അത് അല്ലാഹു രേഖപ്പെടുത്തുകയുള്ളൂ. അത് അല്ലാഹുവിന്റെ ഫളല. ഒരു നന്മ ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെയാണ് കൂലിയെങ്കിൽ, അതിൻ്റെ അപ്പുറമാണ് കൂലിയെങ്കിൽ, ഒരു തിന്മ ചെയ്തവനല്ല 10 മുതൽ 700 ഇരട്ടി അതിൻ്റെ അപ്പുറം ശിക്ഷ എന്ന് പറഞ്ഞിട്ടില്ല. അത് അള്ളാഹിൻ്റെ റഹ്മത്താ. അള്ളാഹു അത്തരം റഹ്മത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് വന്നു പോകുന്നുണ്ട്. വാക്കുകൾ, നോക്കുകൾ, അതേ പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, നമ്മുടെ ആചാരങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ഒക്കെ ന്യൂനതകളും പോരായ്മകളുള്ള മനുഷ്യന്മാരാണ് നമ്മൾ. നമ്മുടെ ഉദ്ദേശശുദ്ധി അള്ളാഹു അറിയുന്നവനാണ്. നമുക്ക്
നമുക്ക് നല്ല നിയ്യത്ത് പ്രദാനം ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം നൽകപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ നിയ്യത്തുകളെയൊക്കെ അള്ളാഹു നന്നാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ അള്ളാഹു നന്നാക്കി തീർക്കുമാറാകട്ടെ. അവൻ്റെ എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മിൽ എപ്പോഴും അവൻ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തൻ നമുക്കേവർക്കും സൗഭാഗ്യപൂർണമായ ജീവിതം രണ്ട് ലോകത്തും നൽകി നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിയ്യത്തിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നിയ്യത്ത്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ചില ആളുകൾക്കൊക്കെ നിയ്യത്തിനെക്കുറിച്ച് ചില അബദ്ധധാരണകളുണ്ട്. നിയ്യത്ത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതേ അവസരത്തിൽ ഇപ്പോൾ നിസ്കാരത്തിന് നിയ്യത്ത്, ഉളൂവിൻ്റെ മുമ്പ് നിയ്യത്ത്, ഏത് കർമ്മത്തിനെയും മുന്നോടിയായിട്ട് നിയ്യത്ത് വേണമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ചില ആളുകളൊക്കെ ഉളൂ ചെയ്യുമ്പോൾ നിയ്യത്ത്, അതെ നമസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി ഉളൂ എന്ന ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് അറബിയിലും പിന്നെ മലയാളത്തിലുമൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരു നിയ്യത്തിൻ്റെ രീതി, നിയ്യത്ത് ഇങ്ങനെ ചൊല്ലി പറയുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒന്ന് പ്രവാചക ചര്യയിൽ വന്നിട്ടില്ലാത്തതാണ്. മനസ്സിൽ കരുതുകയേ വേണ്ടൂ. അതുപോലെ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഉസല്ലി ലില്ലാഹി തആല ഉസല്ലി ഫർദൽ ജുമുഅ, ഞാനിതാ ജുമുഅ നമസ്കാരം ഇമാമോടുകൂടി 2 റക്അത്തായി അല്ലാഹുവിന് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് അതാ ആയിക്കൊണ്ട് ഞാൻ നിർവഹിക്കുന്നു എന്നാദ്യം അറബിയിലും പിന്നെ മലയാളത്തിലും ഒക്കെ പറഞ്ഞ്, അതുകൊണ്ട് വസ്വാസ് തീരാർ ചിലപ്പോൾ പിന്നെയും ഒക്കെ പറഞ്ഞ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് ഒരു വസ്വാസ് രോഗത്തിന് അടിമപ്പെടാറുണ്ട്. പ്രിയമുള്ളവരെ, നാവ് കൊണ്ട് അങ്ങനെ ചൊല്ലി പറയേണ്ടുന്ന രീതിയല്ല നിയ്യത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരലാണ്. അതാണ് നിയ്യത്ത്. ആ ഒരു ഉദ്ദേശശുദ്ധി അതെല്ലാ രംഗത്തും ഉണ്ടാകണം. വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കം ചെയ്യുമ്പോൾ നമുക്ക് നിയ്യത്തുണ്ടെങ്കിൽ കൂലിയുണ്ട് എന്നല്ലേ. നമ്മളൊരു കല്ലോ കട്ടയോ കുപ്പിച്ചില്ലോ ഒക്കെ വഴിയിൽ കാണുമ്പോൾ അവിടെ അങ്ങനെ നിന്ന് അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഈ കുപ്പിച്ചില്ലി വഴിയിൽ നിന്ന് നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടല്ല നമ്മളത് എടുത്തെറിയാറുള്ളത്. മറിച്ച് നമ്മളെ ഉദ്ദേശമുണ്ട്, എൻ്റെ നേതാവായ റസൂൽ പറഞ്ഞതാണ്, നല്ലൊരു കാര്യമാണ്, അതന്നെയാണ് അത് തന്നെയാണ് ഉദ്ദേശശുദ്ധി, അത് തന്നെയാണ് നിയ്യത്ത്. നമ്മളെല്ലാവരും ആ കാര്യം മനസ്സിലാക്കണം. ഇനി അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ നിയ്യത്ത് മുഖേന നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. നമ്മൾ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും നമ്മുടേതല്ലാത്തൊരു തടസ്സം കൊണ്ടൊരു ദിവസം ചെയ്യാൻ കഴിയാതിരുന്നാലും ചെയ്തതുപോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു വിശദ രൂപം അവിടുന്ന് പറയാണ്, ഇദാ മരിദൽ അബ്ദു വ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹാ. ഒരടിമ ഇദാ മരിദൽ അബ്ദു, ഒരടിമ രോഗിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ യാത്രക്കാരനായി എങ്കിൽ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹ, അയാൾ നാട്ടിൽ താമസിക്കുമ്പോൾ അതുപോലെ നല്ല ആരോഗ്യമുള്ള സമയത്തൊക്കെ ചെയ്തിരുന്ന ഇബാദത്തിൻ്റെ കൂലി പോലെ അയാൾക്ക് രോഗിയായാലും കിട്ടും. ഒരാൾ കൃത്യമായി ആരോഗ്യമുള്ളപ്പോൾ ജമാഅത്തിന് പോകാറുണ്ട്. ഒരു ദിവസം അയാൾക്ക് ജമാഅത്തിന് പോകാൻ കഴിയാത്തൊരു അസുഖം പിടിച്ച അയാൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു. ആ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നത് പോലും അയാൾക്ക് ജമാഅത്തിൻ്റെ കൂലിയാണ്. എന്താ കാരണം? അയാൾ സ്ഥിരം പോണ ആളാണ്. ഇപ്പം അയാൾക്ക് വയ്യാഞ്ഞിട്ടാണ്. സ്ഥിരം തഹജ്ജുദിന് എഴുന്നേറ്റിരുന്നു, ഇപ്പോൾ വയ്യാഞ്ഞിട്ടാണ്. സ്ഥിരം സുന്നത്ത് നോമ്പെടുത്തിരുന്നു, ഇപ്പോൾ വയ്യാഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ സ്ഥിരം ചെയ്തിരുന്ന ഒരു കാര്യം യാത്രക്കാരനായതുകൊണ്ട് ഒരാൾക്ക് മുടങ്ങി, യാത്രയിലായതുകൊണ്ട് പ്രയാസമായി. അല്ലെങ്കിൽ അയാൾ ചെയ്യുമായിരുന്നു എങ്കിൽ അയാൾക്ക് അതിന് ചെയ്തതുപോലത്തെ കൂലിയുണ്ട്, ചെയ്തതുപോലത്തെ പ്രതിഫലമുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ ആ ഉദ്ദേശത്തിനനുസരിച്ചാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വിചാരിച്ചു എനിക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. അങ്ങനെ സംഗതിവശാൽ ഒരു ദിവസം അവൻ്റെ കണ്ണുകൾ അവൻ അതിജയിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങിപ്പോയി. പ്രഭാതം പുലരുന്നത് വരെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അവൻ ആ നിയ്യത്തിന് അവന് കൂലിയുണ്ട്, ആ നിയ്യത്തിന് അവന് പ്രതിഫലമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അശ്രദ്ധമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നും ശ്രദ്ധയോടുകൂടി അല്ലാഹുവേ നിന്റെ പൊരുത്തമാണ് എൻ്റെ ലക്ഷ്യം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമയുസ്ലിം വജ്ഹഹു ലില്ലാഹ്. ആര് അല്ലാഹു റബ്ബുൽ ആലമീനിന് വേണ്ടി തൻ്റെ മുഖത്തെ ആരെങ്കിലും കീഴ്പ്പെടുത്തിയാൽ, വമയുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് വഹുവ മുഹ്സിനുൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവൻ നല്ല ബലവത്തായ കയറാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെയൊക്കെ പര്യവസാനം അല്ലാഹുവിങ്കലേക്കാണ്. അവൻ തീരുമാനിക്കും. അവൻ നല്ല മനസ്സറിയുന്നവനാണ്. അതുകൊണ്ട് മനസ്സ് നന്നാക്കുക, നിയ്യത്തുകൾ നന്നാക്കുക. റബ്ബുൽ ആലമീൻ നമുക്ക് വലിയ പ്രതിഫലം തരും. ഒരു പ്രവർത്തനവും
ദുഷിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്, ഒരു രൂപത്തിലുള്ള കാര്യങ്ങളിലും പോകരുത്, പ്രചരിപ്പിക്കരുത്, ഊഹങ്ങളുടെ പിന്നാലെ കൂടരുത്. അതേ, സർവശക്തനായ നാഥൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട്, നമ്മുടെ മനസ്സ് വായിച്ചുകൊണ്ടാണ് നാഥൻ അവിടെ വിചാരണയ്ക്ക് നിൽക്കുന്നത് എന്ന ബോധം എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. സർവശക്തൻ നമുക്ക് ആ രൂപത്തിൽ നമ്മുടെ നിയ്യത്തുകളെ ഏറ്റവും കളങ്കരഹിതമായ നിലയിൽ നിലനിർത്തിക്കൊണ്ട് അല്ലാഹുവിങ്കൽ സൗഭാഗ്യപൂർണമായ സ്വർഗം നേടുവാനും മാരകമായ വളരെ ഭീകരമായ നരകശിക്ഷയിൽ നിന്ന് മുക്തി നേടുവാനും റബ്ബ് നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അല്ലാഹു അവൻ്റെ മഹലായ ഫضل കൊണ്ട് പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ, അതുപോലെയുള്ള പരീക്ഷണങ്ങൾ സർവശക്തൻ നമ്മെ എല്ലാവരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും സുഖവും സൗഭാഗ്യവും നൽകിക്കൊണ്ട് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിലും സർവശക്തൻ്റെ തുണ നമുക്കുണ്ടാകുമാറാകട്ടെ. പ്രതിസന്ധികളിൽ അകപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾക്ക് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام، واشفه شفاء لا يغادر سقما ولا ألما. اللهم ألبسه ثوب الصحة والعافية. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.